ഇപ്പോൾ ഹിന്ദിയിലെ പല വേഷത്തിൽ വരുന്ന സേയെ പരിചയപ്പെടാം. ചെറിയ ഒരു സേയാണ്, പക്ഷേ പല രൂപത്തിലും ഭാവത്തിലും വാക്യത്തിൽ വരുന്നു. എടോ സേയെ, തൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ പല പേരുകളാണ് ഉള്ളത്. ഏതൊക്കെയാണത് നമുക്ക് നോക്കാം. എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കുന്നു അതും കാണാം. നിന്ന്, കൂടെ, കൊണ്ട്, റിൽ, ആയിട്ട്, നോട്, ഇങ്ങനെ പല പേരുകളിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്കൊന്നൊന്നായിട്ട് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. പൂർണ്ണമായ ഒരു വാക്ക് അല്ലാത്തത് കൊണ്ട് ഒരു വാക്കിനോട് കൂടെ അല്ലെ വാക്യത്തിൽ വരുമ്പോഴാണ് അതിന് ഒരു ജീവൻ ഉണ്ടാകുന്നത്. ഒരു പദവിയോ സ്ഥലമോ വിട്ട് മറ്റൊന്നിലേക്ക് തിരിയുമ്പോൾ, മാറുമ്പോൾ സേ ഉപയോഗിച്ച് സംസാരിക്കാം. ഉദാഹരണത്തിനായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാനം മാറുന്നു, മറ്റൊരു സ്ഥാനത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ സേ ചേർത്ത് പറയാം. അതിൽ നിന്ന് ഇതിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടേക്ക്. ഇതിൽ നിന്ന് അതിലേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക്. ഇധർ സേ ഉധർ, അല്ലെങ്കിൽ ഇസ്മേ സേ ഉസ്മേ. അപ്പോൾ ഇവിടെ നിന്ന് എന്ന അർത്ഥം സേ തരുന്നു. സേ ഈക്വൽ ടു നിന്ന്, അതാണ് ഒരു പേര്. ഇനിയും മറ്റു പേരുകളുമുണ്ട്. നാളെ എൻ്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ഇവിടെ വരും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അവിടെ പോകും. കൽ മേരാ ദോസ്ത് ഉധർ സേ ഇധർ ആയേഗാ, നഹീ തോ मैं यहाँ से वहाँ जाऊँगा. ഉധർ സേ അവിടെ നിന്ന്, യഹാ സേ ഇവിടെ നിന്ന്. സേ നിന്ന്. രണ്ടാമതായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി പെട്ടെന്ന് സംഭവിക്കുമ്പോൾ സേ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിനായി പശു പാലത്തിൽ നിന്ന് നദിയിൽ ചാടി. പൂൾ സേ, പാലത്തിൽ നിന്ന് കൂത, ചാടി. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്രിയയാണ് ചാടുക. അപ്പോൾ അത് സ്പീഡിൽ വരുന്നു. മുകളിൽ നിന്ന് എന്തെങ്കിലും താഴോട്ട് വീഴുമ്പോൾ ആ സ്പീഡുണ്ടല്ലോ, ആ സന്ദർഭത്തിൽ സേ ഉപയോഗിക്കുന്നു. പശു പാലത്തിൽ നിന്ന് വെള്ളത്തിൽ ചാടി. അടുത്തതായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുന്നുമായിരിക്കുമല്ലോ. നമ്മളൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സേ ഉപയോഗിച്ച് പറയാം. മഴു കൊണ്ട് മരം വെട്ടി. കുൽഹാടി സേ പേട് കാട്ട, കാട്ടാ പേട്. കൽ വേ ലോഗ് കുൽഹാടി സേ ഏക് പേട് കാട്ട. കുൽഹാടി, കോടാലി കൊണ്ട് ഇന്നലെ അവർ ഒരു മരം മുറിച്ചു. സേ ഇവിടെ കൊണ്ട് എന്നതിന് തുല്യമായി വരുന്നു. പേന കൊണ്ട് കത്തെഴുതി. കലം സേ കത്ത്, അല്ലെങ്കിൽ ചിട്ടി ലിഖ. അപ്പോൾ കൊണ്ട് കഴിഞ്ഞു. ഇനി നോടും നിന്നുമാണ് സേയ്ക്ക് ചേർന്ന് വരുന്ന മലയാളം വാക്കുകൾ. വാക്കുകളിൽ വരുന്ന നോട്, നിന്ന്. ഞാൻ അവനെ ഒരു കഥ കേൾപ്പിച്ചു. മേ ഉസ്സെ ഏ കഹാനി സുനായ. ഉസ്സെ, ശ്രദ്ധിക്കുക, ഇവിടെ ഉ എന്ന ഉച്ചാരണത്തോടു കൂടിയാണ് സേ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഉ അല്ലെങ്കിൽ ഇക്ക് ശേഷം സേ വരുന്നു. ഉസ്സെ, ഇസ്സെ. ഓർക്കുക, ഉസ്കോ ബോല, ഇസ്കോ ബോല കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ്. എന്നാൽ ഉസ്സെ ബോല, ഇസ്സെ ബോല എന്നും കൂടി പറച്ചിലിൽ പറഞ്ഞു വരുന്നുണ്ട്. ഉസ്നെ മേരെ സെ ബോല, അല്ലെങ്കിൽ മേനെ ഉസ്സെ ബോല. ഈക്വൽ ടു ഉസ്നെ മേരക്കോ ബോല, മേനെ ഉസ്കോ ബോല. ഞാൻ അവനോട് പറഞ്ഞു, അവൻ എന്നോടും പറഞ്ഞു. ഇനിയും എന്തിലാണ് നാം യാത്ര ചെയ്തത്, ചെയ്യുന്നത്, അല്ലെ ചെയ്യാൻ പോകുന്നത്, അത് പറയുമ്പോൾ സേ വരുന്നുണ്ട്. സൈക്കിൾ മുതൽ
എയ്റോപ്ലെയിൻ വരെ ആകാം. നടത്തവും ഉൾപ്പെടാൻ ചലനെ സെ നടക്കുന്നത് കൊണ്ട്, സെ കൊണ്ട്. അവൻ എയ്റോപ്ലെയിനിൽ വന്നു. വ ഹവായ് ജഹാജ് സെ ആയ. കൂടാതെ ഒരു നിശ്ചിത സമയത്തൊരു പ്രവൃത്തി നടന്നു തുടങ്ങി, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ സെ പറയാം. രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ മുതൽ, അല്ലെങ്കിൽ പിന്നെ 2 വർഷമായിട്ട്. അപ്പോൾ സേ മീൻസ് മുതൽ അല്ലെങ്കിൽ ആയിട്ട് എന്നും പറയാം, ഉപയോഗിക്കുന്നു. ഞാൻ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ സുബഹ് സേ പഠ് രഹാ ഹും. സുബഹ് സേ. 2 വർഷമായിട്ടാണെങ്കിലോ 2 സാൽ സേ, 2 വർഷമായിട്ട്. സേ ആയിട്ട് അല്ലെങ്കിൽ മുതൽ. 5 വർഷങ്ങളായി 5 സാൽ സേ, 5 വർഷങ്ങളായിട്ട് 5 സാൽ സേ. ഇപ്പോൾ അല്പം മുൻപോ അല്ലെ അധികം മുൻപോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്ന വാക്യങ്ങളിൽ സേ ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയിരിക്കാം. അവിടെ സേ. 5 സാൽ സേ, 5 മൈനാ സേ, 5 ഘണ്ടേ സേ, 5 സപ്തോ സേ, ഇങ്ങനെ പറയാം സേ ചേർത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഹിന്ദിയിലെ സേ വിവിധ രീതികളിൽ ഉപയോഗിച്ചു വരുന്നത്.